മറ്റൊരു തിങ്കിങ് എറർ ആണ് മാഗ്നിഫിക്കേഷൻ ഓർ മിനിമൈസേഷൻ. അതിനെ കാറ്റസ്ട്രോഫൈസിങ് എന്നും പറയാം. ചെറിയൊരു ഇവന്റിനെ നമ്മൾ ഒരുപാട് വലുതാക്കിയിട്ട് കാണാം, അല്ലെങ്കിൽ വലുതൊന്നിനെ വളരെ ചെറുതായിട്ട് വളരെ മിനിമൈസ് ചെയ്ത് കാണാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇവന്റ്, എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിൽ വന്നു, അതിന് ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെ വലുതാക്കി 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 കൊണ്ടുവന്ന് വലിയ ഒരു സ്റ്റോറി തന്നെ അതിന്റെ പിന്നിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സ്റ്റോറി അവിടെ ഡെവലപ്പ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും വെറീസും എല്ലാം അതുപോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് എസ്കലേറ്റ് ചെയ്തിട്ട് പോകും. ഏറ്റവും വേഴ്സ് ആയിട്ട് ആ ഒരു ഇവന്റിന്റെ പിന്നിൽ ഏറ്റവും വേഴ്സ് ആയിട്ട് എന്തൊക്കെ സംഭവിക്കാവുന്നോ അതിലേക്കെല്ലാം നമ്മളുടെ തോട്ട്സ് നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവിടെ ആക്ച്വലി ഒരു ചെറിയൊരു ഇവന്റ് ആയിരിക്കും നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു തോട്ടായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അതിന്റെ പിന്നിൽ എന്തൊക്കെയോ സംഭവിക്കാവുന്ന അത്രയും സംഭവങ്ങൾ വളരെ വേഴ്സായിട്ട് സംഭവിക്കുന്നതെല്ലാം ആ തോട്ട്സ് നമ്മുടെ മൈൻഡിലൂടെ പോകുമ്പോൾ അത് റിയൽ ആയിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നു, ആ ഒരു സ്ട്രെസ് അത് സംഭവിക്കാതെ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു തിങ്കിങ് എറർ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നെഗറ്റീവ് ഇവന്റ് അല്ലെങ്കിൽ ചെറിയ ഒരു തോട്ട് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ഓഫീസിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഈ ഒരു മിസ്റ്റേക്ക് പറ്റി ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിന്റെ പേരിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ ഉള്ളത് എന്ന് നോക്കി അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിന് പകരം, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം ഈ ഒരു മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ തിങ്കിങ് ഡിസ്റ്റോർഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ലെവലിൽ അതിന് ഏറ്റവും മിസ്റ്റേക്ക് പറ്റി ഇനിയിപ്പോൾ മാനേജർ എന്ത് പറയും, അവരെന്ത് പറയും, എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ സംഭവിക്കാൻ പോവുക എന്നൊക്കെ ചിന്തിച്ച് അവസാനം ആ കമ്പനിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ആ ജോലി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ ചിന്തിച്ച് ആ ഒരു സ്റ്റോറി കൊണ്ടെത്തിക്കും. ഇതാണ് മാഗ്നിഫിക്കേഷൻ. വളരെ ചെറിയ ഒരു നെഗറ്റീവ് തോട്ടായിരിക്കും ഫസ്റ്റ് നമ്മളിലേക്ക് വരിക, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഇവന്റ് ആയിരിക്കും, അതിനെ ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് ഒരുപാട് വലുതാക്കി കൊണ്ടുവന്ന് സ്ട്രെസ് അനുഭവിക്കുക. മിനിമൈസേഷൻ അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ അതിന് എന്ത് ചെയ്യുന്നില്ല, അതിനാവശ്യമായ ഒരു വാല്യൂ കൊടുക്കുന്നില്ല, അതിനാവശ്യമായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് നല്ലൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ മാനേജർ അടുത്ത് നിന്ന് അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ ഓക്കെ, എനിക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു കോൺഫിഡൻസും ആ ഒരു സെൽഫ് അപ്രീസിയേഷനും കൊടുക്കുന്നതിന് പകരം ആ മാനേജർ അടുത്ത് നിന്ന് വരുന്ന അപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നില്ല, അത് ഇപ്പോൾ എല്ലാവരും വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്, വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ മുപ്പരൊരു അപ്രീസിയേഷൻ കൊടുക്കുന്നതാണ്, ഇതൊക്കെ ഇപ്പോൾ സാധാരണയാണ്, അതിലൊന്നും ഇപ്പം അത്ര കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിന് വേണ്ട ഒരു വാല്യൂ കൊടുക്കുന്നില്ല. ഇതാണ് മിനിമൈസേഷൻ. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാവും, എന്താണ് മിനിമൈസേഷൻ, നെഗറ്റീവ് മെന്റൽ ഫിൽറ്ററിങ്, ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്, ഇതൊക്കെ ഒന്ന് തന്നെയല്ലേ എന്നുള്ളത്? ശരിയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റി വെക്കുന്നു, നെഗറ്റീവിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് നെഗറ്റീവ് മെന്റൽ ഫിൽറ്ററിംഗിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, പോസിറ്റീവായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മോട്ടിവേഷൻ ഒക്കെ നൽകുന്ന ആ ഒരു സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അക്നോളജ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ കാണുന്ന പോലുമില്ല. പകരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഓവറായിട്ട് വളരെ കൂടുതലായിട്ട് ഫോക്കസും ഇമ്പോർട്ടൻസും നമ്മൾ കൊടുക്കുന്നു, അതിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തത് ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവിൽ നമ്മൾ അതിനെ അക്നോളജ് ചെയ്യുന്നു, പോസിറ്റീവ്സിനെ നമ്മൾ അക്നോളജ് ചെയ്യുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിപ്പോ അത് ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയത്, അല്ലാതെ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി ഉണ്ടായതുകൊണ്ടൊന്നും അല്ല അത് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ സെൽഫിലും സംഭവിക്കും, മറ്റുള്ള വ്യക്തികളിലും സംഭവിക്കും. അപ്പൊ മറ്റൊരു വ്യക്തി അതിപ്പോ എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും ചെയ്തതല്ല, അതങ്ങനെ ചെയ്യണം, അവരുടെ കടമയാണ്, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പൊ അതുപോലെ അതെന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ മിനിമൈസേഷനിൽ നമ്മൾ അതിനെ കാണുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അതിന് ആവശ്യമായ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നില്ല, അതിനെ വളരെ ചെറുതാക്കി കാണുന്നു. ഇവിടെയൊക്കെ ഒരു കോമൺ പാറ്റേൺ എന്താണ്, എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എപ്പോഴും ചെറുതാക്കി കാണുന്നു, അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും വലുതാക്കി കൊണ്ടുവന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണ്, നമുക്ക് മോട്ടിവേഷനും എനർജിയും കോൺഫിഡൻസും എല്ലാം ലോ ആവുന്നു. അതൊക്കെ കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പൊ അതിലൂടെ അതെല്ലാം ലോ ആവുന്നു, ഒരു സെൽഫ് എസ്റ്റീം കുറയുന്നു, സെൽഫ് ലവ് കുറയുന്നു, നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിലാണ് നമ്മൾ ഈ പോസിറ്റീവ്സിനെ അക്നോളജ് ചെയ്യാതിരിക്കുന്നതും അംഗീകരിക്കാതിരിക്കുന്നതും, കൂടുതൽ നെഗറ്റീവ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനെ വലുതാക്കി കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളുടെ എവിടെയാണെങ്കിലും, നമ്മുടെ ക്ലോസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും, ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആരാണെങ്കിലും, ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ആ ഒരു ബോണ്ടിങ്, ആ ഒരു റെസ്പെക്ട്, ഇതെല്ലാം നഷ്ടപ്പെടുന്നു, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, വലിയ ആശ്വാസം. ലൈഫിൽ ഒരുപാട് സക്സസും ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്.